എവരിവൺ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം MCOMലെ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് പോളിസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ. ഓൾറെഡി ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പ്രൈവറ്റൈസേഷൻ? എന്താ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് ബിസിനസ്സൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ എൻറ്റിറ്റിയുടെ ഓണർ ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ ബിസിനസ് തന്നെ ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലാൻഡ് പൊല്യൂഷൻ? ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻ കാരണം, നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ സോയിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫേസ് എന്ത് ചെയ്യാണ്? ഡീഗ്രഡേഷൻ വന്ന് പോവാണ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ആയി പോവുകയാണെങ്കിൽ അതിനെയാണ് ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡീഫോറസ്റ്റേഷനൊക്കെ ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നമ്മുടെ സോയിൽ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫേസ് എന്തായി പോവാണ്? ഡിസ്ട്രക്ഷൻ വന്ന് പോവാണ് അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ വന്ന് പോവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് FII? FII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. ആരാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്? അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്? ഫോറിൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുക. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കും? അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫോറിൻ കൺട്രിയിലായിരിക്കും. അതായത് എന്ത് ചെയ്യാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫോറിൻ കൺട്രിയിൽ ഇരുന്നു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻവെസ്റ്ററെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ FII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്നാണ് മീനിങ് വരുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യാണ്. ഒരു ഫോറിൻ കൺട്രിയിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്ററെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ്, വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി? അതായത് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിന് എന്തുണ്ടായിരിക്കും? എക്സ്പെൻഡിച്ചറും ഉണ്ടായിരിക്കും, റവന്യൂ ഉണ്ടായിരിക്കും. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ഉണ്ടായിരിക്കും, ഗവൺമെൻറ് റവന്യൂ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു പോളിസിയാണ് ബഡ്ജറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിന് എന്തുണ്ടായിരിക്കും? റവന്യൂ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ ജനറേറ്റ് ചെയ്യാനും എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്യാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു പോളിസിയാണ് ബഡ്ജറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്? അതായത് എന്തെങ്കിലും ഹാംഫുൾ സബ്സ്റ്റൻസസോ കെമിക്കൽസോ മൈക്രോ ഓർഗാനിസംസോ ഒക്കെ എന്തെങ്കിലും സ്ട്രീമിനെയോ അല്ലെങ്കിൽ റിവറിനെയോ ലേക്കിനെയോ ഓഷ്യനെയോ അക്വിഫയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ഓഫ് വാട്ടറിനെ എന്ത് ചെയ്യാണ്? ഡീഗ്രേഡ് ചെയ്യാണ്. ആ വാട്ടർ ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ ടോക്സിക്കൊക്കെ ഹ്യൂമൻസിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ വാട്ടർ ബോഡീനെ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്തിട്ടോ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ടോ കണ്ടാമിനേറ്റ് ചെയ്യാണ്. അങ്ങനെ കണ്ടാമിനേറ്റ് ചെയ്തിട്ട് ആ വാട്ടറിൻ്റെ ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഹ്യൂമൻസിലേക്കും എൻവിറോൺമെൻറ്റിലേക്കും ഒക്കെ അതിൻ്റെ ടോക്സിക് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാണ്? ഹാംഫുൾ സബ്സ്റ്റൻസസ് യൂസ് ചെയ്തിട്ട് വാട്ടർ ബോഡീനെ കണ്ടാമിനേറ്റ് ചെയ്യുക, എന്നിട്ട് ആ വാട്ടർ ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്യണതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ്, വാട്ട് ഡു യു മീൻ ബൈ ഫിൻടെക്? ഫിൻടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ കോമ്പിനേഷനാണ് ഫിൻടെക് എന്നുള്ള വേർഡ്. എന്താണ് ഫിൻടെക് എന്നുള്ള വേർഡ്? ഫിനാൻഷ്യൽ ടെക്നോളജിയുടെ എന്താണ്? കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ സർവീസ് ഫങ്ഷൻസിലൊക്കെ ടെക്നോളജി യൂസ് ചെയ്യണതിനെയാണ്
ഫിനാൻഷ്യൽ ടെക്നോളജി അല്ലെങ്കിൽ ഫിൻടെക് എന്ന് പറയുന്നത്. എന്തിൽ ടെക്നോളജി യൂസ് ചെയ്യാണ്? ഫിനാൻഷ്യൽ സർവീസ് ഫങ്ഷൻസിലൊക്കെ നമ്മുടെ ടെക്നോളജി യൂസ് ചെയ്യണേനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിൻടെക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? പുതിയൊരു ടെക്നോളജി ഡിസ്ക്രൈബ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ യൂസ് ഇംപ്രൂവ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ പുതിയ ടെക്നോളജി ഡിസ്ക്രൈബ് ചെയ്യണേനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിൻടെക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് എ കാർബൺ ക്രെഡിറ്റ്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ട്രേഡബിൾ ആയിട്ടുള്ള പെർമിറ്റ് ആണ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ? അതായത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ട്രേഡബിൾ ആയിട്ടുള്ള ഒരു പെർമിറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പെർമിറ്റ് ആണ്? അതായത് 1 ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഓർ ആൻ ഈക്വലൻറ്റ് ഓഫ് അനദർ ഗ്രീൻ ഹൗസ് ഗ്യാസ്. 1 ടൺ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഇതിന് വേണ്ടി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, നമ്മൾ ആ ഒരു റൈറ്റ് കൊടുക്കുന്ന ആ ഒരു പെർമിറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കാർബൺ ക്രെഡിറ്റിൻ്റെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ റിഡക്ഷൻ ചെയ്യാനായിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് റിഡക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്ന് വരുന്ന അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ റിഡക്ഷൻ ചെയ്തിട്ട് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സംഭവം ക്രിയേഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്ന് വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ എമിഷൻസ് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്രിയേഷൻ ചെയ്ത ഒരു ട്രേഡബിൾ ആയിട്ടുള്ള പെർമിറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ്? എന്താ എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതായത് ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസിലെ അത് ഡിസ്ട്രക്ഷൻ ചെയ്യാതെ അല്ലെങ്കിൽ അത് ഓവർ യൂസ് ചെയ്യാതെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊല്യൂഷനും ഡീഗ്രഡേഷൻ ഓഫ് നേച്ചറൊക്കെ റെഡ്യൂസും ചെയ്യുന്നു. അപ്പോൾ എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് എടുക്കും, പക്ഷെ അവിടെ ഓവർ യൂസോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ പൊല്യൂഷനും റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, നേച്ചറിൻ്റെ ഡീഗ്രഡേഷനും റെഡ്യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻവിറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷനൊക്കെ. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ ഇവിടുത്തെ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ എയറിലേക്ക് എന്ത് റിലീസ് ചെയ്യുക? പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യുക അല്ലേ? അത് എന്തായിരിക്കും? ഹ്യൂമൻ ഹെൽത്തിനും പ്ലാനറ്റിനും ഒക്കെ ഡിറ്റർമിനൻ്റൽ ആയിരിക്കും. അങ്ങനെയുള്ള ആ ഒരു പൊല്യൂട്ടൻസ് ഒക്കെ എയറിലേക്ക് റിലീസ് ചെയ്യണതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും ഈ എയർ പൊല്യൂഷൻ വരിക? മെയിൻ ആയിട്ടുള്ള കോസസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ട്രാൻസ്പോർട്ട് മോഡ്സ് അല്ലേ? പല വെഹിക്കിൾസിൽ നിന്നുള്ള ഇതുകൊണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൊണ്ട്, ഫോറസ്റ്റ് ഫയേഴ്സ് കൊണ്ട്, ഏരിയോസൽ യൂസ് ചെയ്തിട്ട്, റേഡിയേഷൻ ഫയർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇതിലേക്ക് എന്ത് വരികയാണ്? നമ്മുടെ എയറിലേക്ക് പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യും. അത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ട്? ഹ്യൂമൻ ഹെൽത്തിനും പ്ലാനറ്റിനും ഒക്കെ ഹാംഫുൾ ആയിരിക്കും. അങ്ങനെ റിലീസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ്, വാട്ട് ഈസ് സ്റ്റാർട്ടപ്സ്? സ്റ്റാർട്ടപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു യങ് കമ്പനീനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുക. അത് ആരായിരിക്കും ഫൗണ്ട് ചെയ്യുക? ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എൻ്റർപ്രണേഴ്സ് കൂടിയിട്ട് ഒരു യങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർക്കൊരു യുണീക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനും അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എൻ്റർപ്രണേഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യങ് ആയിട്ടുള്ള കമ്പനീനെയാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു യങ് കമ്പനിയാണ്, ഒന്നോ അതിൽ കൂടുതൽ എൻ്റർപ്രണേഴ്സ് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? അവർക്കൊരു പുതിയ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്
ഉദ്ദേശത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയി, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം.